പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സമരം ഇരിക്കുകയാണ്, സ്ട്രൈക്ക് ഇരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ്. എന്തിനു വേണ്ടിയിട്ട് അറിയും? കേന്ദ്ര ഗവൺമെൻറ് കടം വാങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു ഗവൺമെൻറ് ലാഭത്തിൽ ഒരു സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് തന്നെ കടമില്ലാതെ ഭരിച്ച് മുന്നോട്ട് പോകണം. അപ്പോഴാണ് ആ ഒരു സംസ്ഥാനം വിജയത്തിലേക്ക് പോകുന്നത്. അതിനെന്താണ് വേണ്ടത്? നമ്മളുടെ ഓവർ ചെലവ്, ഫിനാൻസ് കൺട്രോളിങ്, ഇത് കറക്റ്റാക്കി കൊണ്ടുവരികയാണ് വേണ്ടത്. സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ 3000 ഡ്രൈവർമാർ 6 മാസമായി ജോലി ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. അവർക്ക് 12 കോടി ഉറുപ്പിക മാസം ശമ്പളമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു അനാവശ്യ ചിലവായിട്ട് കാണണ്ടേ? ഈ 3000 ഡ്രൈവർമാരെ മറ്റ് തസ്തികകളിലേക്ക്, ആവശ്യമുള്ള തസ്തികകളിലേക്ക് മാറ്റി അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ടല്ലേ ശമ്പളം കൊടുക്കേണ്ടത്? അപ്പോൾ ഈ ഒരു 12 കോടി നമുക്ക് നഷ്ടമായിട്ടല്ലേ ഓരോ മാസം പോയിക്കൊണ്ടിരിക്കണം. ആശാ വർക്കർമാർ 1 വർഷത്തോളം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്തു. 100 രൂപയെങ്കിലും കൂട്ടിത്തരണം എന്ന് പറഞ്ഞ് 1 രൂപ പോലും കൂട്ടിക്കൊടുത്തില്ല. എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടോ പറയാൻ? ഇതൊന്ന് കേട്ട് നോക്കൂ. നമ്മൾ സംസ്ഥാനത്തിൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണമല്ലോ. 15 വർഷം കഴിഞ്ഞ് ഓടാത്ത വണ്ടികൾക്ക് 3000 ഡ്രൈവർമാർ. ശമ്പളം നൽകാൻ സർക്കാർ ചെലവ് 12 കോടി. സർക്കാർ ഓഫീസുകളിലെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഓട്ടം നിർത്തി 6 മാസമായിട്ടും 3000-ഓളം ഡ്രൈവർമാരെ പുനർവിന്യസിക്കാത്തതിനാൽ സർക്കാരിന് പ്രതിമാസ നഷ്ടം 12 കോടിയിലധികം രൂപ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് ഈ വീഴ്ച. കേന്ദ്ര നിയമപ്രകാരം സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ 4500-ഓളം വാഹനങ്ങൾ 15 വർഷം കഴിഞ്ഞതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ 3000-ലധികവും വാഹനങ്ങൾ 20 വർഷം കഴിഞ്ഞതിനാൽ രജിസ്ട്രേഷൻ പുതുക്കാനാകില്ല, ഇൻഷുറൻസും എടുക്കാനാകില്ല. ഇവ നിരത്തിലിറക്കാത്തതോടെയാണ് 3000-ഓളം ഡ്രൈവർമാർക്ക് ജോലിയില്ലാതായത്. കാലാവധി കഴിയാത്ത വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവർ ഇല്ലാത്തിടത്തോ താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ടോ ഇവരെ പുനർവിന്യസിക്കണമെന്ന് ജൂലൈ 4-ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ 6 മാസം കഴിഞ്ഞിട്ടും പുനർവിന്യാസം നടപ്പായില്ല. കാലഹരണപ്പെട്ട വാഹനങ്ങളിലെ ഡ്രൈവർമാർ രാവിലെയും വൈകിട്ടും പഞ്ചിങ് നടത്തി ഓഫീസിൽ വെറുതെ ഇരിപ്പാണ്. ഒരു സീനിയർ ഡ്രൈവർക്ക് 40,000 മുതൽ 50,000 രൂപയാണ് ശമ്പളം. 40,000 രൂപ കണക്കാക്കിയാൽ പോലും 3000-ഓളം പേർക്ക് പ്രതിമാസം 12 കോടിയോളം രൂപയാണ് ശമ്പളമായി നൽകുന്നത്. ഇത്രയും പേർ തൊഴിലില്ലാതിരിക്കുമ്പോൾ പല വകുപ്പിലും താൽക്കാലിക